ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും DPMൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ AutoCADൻ്റെ ട്രാൻസ്ഫോർമേഷൻ ടൂളിനെ കുറിച്ച് നാം പരിചയപ്പെട്ടു. ഈ എപ്പിസോഡിൽ നമുക്ക് AutoCADൻ്റെ ഡ്രോയിങ് ടൂൾസ് പരിചയപ്പെടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ സൈഡിലെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഡ്രോയിങ് ടൂൾസ്. ഡ്രോയിങ്സ് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ്. ആദ്യം നമുക്ക് ലൈൻ എന്ന ടൂളിനെ പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇതിൽ നമുക്ക് ടൂൾ ബാറിൽ നിന്നും ആക്സസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാം. ലൈനിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് L ആണ്. L എൻ്റർ ചെയ്യുന്നു. നമ്മൾ മറ്റുള്ള ടൂൾസിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. ലൈൻ ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ പറയുന്നത് ലൈൻ വരയ്ക്കുന്നതിനുള്ള ഫസ്റ്റ് പോയിന്റ്, അതായത് ആ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാനാണ്. നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്പെസിഫൈ ചെയ്യണം. ഇനി നമുക്ക് ലൈൻ രണ്ട് ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് മാനുവലായിട്ട് ഏതൊക്കെ പോയിന്റ് വേണോ ആ പോയിന്റ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ക്രിയേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിക്കുക. അതിനുശേഷം നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണോ നമുക്ക് ലൈൻ വേണ്ടത് ആ ഡയറക്ഷൻ കാണിച്ചിട്ട് നമുക്ക് എത്ര ലെങ്ത്തിലാണോ ആ ലൈൻ വേണ്ടത് ആ ലെങ്ത്, ആ ഡയമെൻഷൻ നമ്മൾ എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 10 എൻ്റർ ചെയ്യുകയാണ്. 10 മീറ്ററിന് ഒരു ലൈൻ ക്രിയേറ്റ് ആകും. ഇവിടെ 10 മീറ്ററിന് ഒരു ലൈൻ ക്രിയേറ്റ് ആകും. അതിനുശേഷം നെക്സ്റ്റ് ഏത് ഡയറക്ഷനിലാണോ അടുത്ത് വേണ്ടത് ആ ഡയറക്ഷൻ കാണിക്കുക. ആ ഡയറക്ഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷൻ എൻ്റർ ചെയ്ത് ഇഷ്ടമുള്ള ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ലൈനുകൾ എപ്പോഴും രണ്ട് പോയിന്റുകൾക്കിടയിൽ സിംഗിൾ ഒബ്ജക്റ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. നമ്മളിപ്പോൾ ഈ റെക്റ്റാങ്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മൊത്തം 4 ലൈൻ കാണാം. പക്ഷേ 4 ലൈനും 4 ഒബ്ജക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഉദാഹരണം നമ്മൾ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഒബ്ജക്റ്റുകളും നമുക്ക് സിംഗിൾ ആയിട്ട്, അതായത് സെപ്പറേറ്റ് ആയിട്ടാണ് സെലക്ട് ആകുന്നത്. ഉദാഹരണത്തിന് ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. നമ്മൾ സാധാരണ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ലൈൻ എന്തായിട്ടാണ് ക്രിയേറ്റ് ആകുന്നത്, സിംഗിൾ ഒബ്ജക്റ്റുകളായിട്ട്, ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റുകളായിട്ട്, രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് ആ ലൈൻ ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ അല്ലേ? നമുക്കിനി നെക്സ്റ്റ് ടൂളിലോട്ട് പോവാം. അടുത്ത ടൂൾ എന്ന് പറയുന്നത് പോളിലൈൻ ആണ്. പോളിലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടൂൾ ബാറിൽ നിന്നും ആക്സസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് എൻ്റർ ചെയ്തും ആക്സസ് ചെയ്യാം. പോളിലൈൻ അഥവാ പി ലൈൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് PL ആണ്. PL എൻ്റർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നേരത്തെ ചോദിച്ച അതേ ചോദ്യം ചോദിക്കുന്നു, സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ്. ഏത് പോയിന്റിൽ നിന്നുമാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ പോയിന്റ് സ്പെസിഫൈ ചെയ്യും. ഞാനിവിടെ നിന്നൊരു പോയിന്റ് സെലക്ട് ചെയ്ത് ഡയറക്ഷൻ കാണിക്കുന്നു. നമ്മളിവിടെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ലൈൻ എന്ന ടൂൾ എടുത്തപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. പോളിലൈന് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ആർക്ക് കാണിക്കുന്നുണ്ട്, ഹാഫ് വിഡ്ത്ത് കാണിക്കുന്നുണ്ട്, ലെങ്ത് കാണിക്കുന്നുണ്ട്, അൺഡു കാണിക്കുന്നുണ്ട്, വിഡ്ത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഓരോ ഓപ്ഷനും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഫസ്റ്റ് നമ്മളിവിടെ ആർക്ക് എടുക്കുകയാണ്. ഞാനിവിടെ പോളിലൈൻ എൻ്റർ ചെയ്തു, ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. നമ്മൾ നേരത്തെ ലൈൻ വരച്ച സെയിം മെത്തേഡ് തന്നെയാണ് ഇതും. നമുക്ക് വേണമെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം, ഇഷ്ടമുള്ള പോയിന്റുകൾ സെലക്ട് ചെയ്ത് വരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ലൈൻ യൂസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചിട്ട് ഡയറക്ഷൻ കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ലെങ്ത് എൻ്റർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. ബട്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ ലൈൻ വരച്ചപ്പോഴും ശ്രദ്ധിച്ചായിരുന്നു, രണ്ട് പോയിന്റുകൾക്കിടയിൽ വരുന്ന ലൈൻ എന്തായിരിക്കും, സിംഗിൾ ഒബ്ജക്റ്റ്, ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. അതേസമയം നമ്മൾ പോളിലൈനിലേക്ക് വരുമ്പോൾ അത് ഒറ്റ ഒബ്ജക്റ്റ് ആയിരിക്കും. നമ്മൾ എത്ര പോയിന്റ് ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരുന്നാലും അതെല്ലാം കൂടെ സിംഗിൾ ഒബ്ജക്റ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് സെലക്ട് ആകുന്നതായിരിക്കും.
പോളിലൈൻ. അതേസമയം നമ്മളത് ലൈനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2 പോയിന്റുകൾക്കിടയിലുള്ള ഒരു ഓബ്ജക്റ്റ് സിംഗിൾ ആയിരിക്കും, ഇൻഡിവിജ്വൽ ആയിരിക്കും. 2 പോയിന്റുകൾക്കിടയിലുള്ള ഒരു ഓബ്ജക്റ്റ് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ ആയിരിക്കും, സിംഗിൾ ഓബ്ജക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ, സോ നമുക്ക് പോളിലൈനിനകത്തുള്ള ഓപ്ഷൻസ് പരിചയപ്പെടാം. അതാണ് പോളിലൈൻ. ഞാൻ ടൂൾ സെലക്ട് ചെയ്തു, അതോടൊപ്പം ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തു. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആർക്ക് എന്ന ഓബ്ജക്റ്റ് എന്താണെന്ന് പരിചയപ്പെടാം. സോ ഞാൻ അവിടെ പോളിലൈൻ എൻ്റർ ചെയ്തു, ഫസ്റ്റ് പോയിന്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ കാണുന്ന ആദ്യത്തെ ഓപ്ഷനായ ആർക്കിൻ്റെ എ എൻ്റർ ചെയ്തു. ഓക്കെ, സോ നമ്മളിപ്പോൾ ഡയറക്ഷൻ കാണിച്ചിട്ട് നിങ്ങൾ അറിയാൻ പറ്റും നമ്മുടെ കഴ്സറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആർക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ നമുക്ക് എത്ര ലെങ്ത്തിലാണ് ആർക്ക് വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ കുറിച്ച് ക്ലിക്ക് ചെയ്യാം. നമുക്ക് എത്ര ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇത് നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മളിത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം കൂടെ സിംഗിൾ ഓബ്ജക്റ്റ് ആയിരിക്കും. അതേസമയം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള പോയിന്റുകൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം, വെർട്ടെക്സ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്നായിരുന്നു, ഇവിടെ നിന്ന് സെക്കൻഡ് പോയിന്റ് ഞാൻ ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്തത്. സോ അതിൻ്റെ ആ വെർട്ടെക്സ് ക്രിയേറ്റ് ആവും, അതെല്ലാം കൂടെ സിംഗിൾ ഓബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. സോ പോളിലൈനിൻ്റെ അടുത്ത ഓപ്ഷൻ നമുക്ക് പരിചയപ്പെടാം. സോ വീണ്ടും ഞാൻ പോളിലൈൻ എടുത്തു, എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ ഹാഫ് വിഡ്ത്ത് നമുക്ക് പരിശോധിച്ച് നോക്കാം. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തു, നെക്സ്റ്റ് ഹാഫ് വിഡ്ത്ത് എന്ന ഓപ്ഷനാണ്. ഹാഫ് വിഡ്ത്ത് സെലക്ട് ചെയ്തു, അതല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് എച്ച് എൻ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റാർട്ട് ഹാഫ് വിഡ്ത്ത്. അതിൻ്റെ ഹാഫ് വിഡ്ത്തിൻ്റെ സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് നമ്മൾ എൻ്റർ ചെയ്യാനാണ്. ഞാൻ സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് ഒരു 0.5 എൻ്റർ ചെയ്തു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും വരുന്നുണ്ട്, സ്പെസിഫൈ ദ എൻഡിങ് ഹാഫ് വിഡ്ത്ത് പോയിന്റ്. സോ എൻഡിങ് ഹാഫ് വിഡ്ത്തിൻ്റെ വിഡ്ത്ത് എൻ്റർ ചെയ്യാനാണ് ചോദിക്കുന്നത്. അത് ഞാൻ നേരത്തെ ഞാൻ 0.5 ആണ് എൻ്റർ ചെയ്ത്, ഇവിടെ ഞാൻ 1 എൻ്റർ ചെയ്യുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പോളിലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ നമുക്കിവിടെ കണ്ടാൽ അറിയാൻ പറ്റും ഈ സ്റ്റാർട്ടിങ് വരുന്ന ഇതിൻ്റെ വിഡ്ത്ത് 0.5ഉം ഈ എൻഡിൽ വരുന്ന ഇതിൻ്റെ വിഡ്ത്ത് 1ഉമാണ്. അതായത് ഈ ഒരു വിഡ്ത്ത് 1ഉം ഈ ഒരു വിഡ്ത്ത് 0.5ഉമാണ്. സോ ഇങ്ങനെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒരു വിഡ്ത്തിലും എൻഡിങ് പോയിന്റ് മറ്റൊരു വിഡ്ത്തിലും ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോളിലൈനിൽ ഹാഫ് വിഡ്ത്ത് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ പോളിലൈനിൻ്റെ അടുത്ത ഓപ്ഷൻ നമുക്ക് പരിചയപ്പെടാം. ശ്രദ്ധിക്കണം, പോളിലൈനിനകത്ത് നമ്മൾ ഏറ്റവും അവസാനം ഏതൊരു ഹെഡിങ് ഓപ്ഷനാണ് ആഡ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ എപ്പോൾ പോളിലൈൻ എടുത്താലും ആക്റ്റീവ് ആയിരിക്കും. സോ അത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? ആ ഓപ്ഷനകത്ത് കയറി നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിലേക്ക് കൊണ്ടുവരണം, പഴയ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. ഞാൻ നേരത്തെ ഹാഫ് വിഡ്ത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഹാഫ് വിഡ്ത്തിൽ കയറുകയാണ്. അതിപ്പോൾ നമുക്ക് നോക്കിയതിന് അറിയാൻ പറ്റും 1 എന്നുള്ളത് ആക്റ്റീവായിട്ട് എടുക്കുകയാണ്, ഞാനതിനെ 0 ആക്കുകയാണ്. സോ ഞാൻ പോളിലൈൻ ക്രിയേറ്റ് ചെയ്തു, അതോടൊപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചു വിത്ത് ഡയറക്ഷൻ. സോ നെക്സ്റ്റ് നമുക്കിവിടെ വരുന്നത് അൺഡു. നമുക്ക് അതിനകത്ത് ഓപ്ഷൻസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല, ലെങ്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല, നമുക്ക് നോർമൽ ക്രിയേഷൻ മാത്രമാണത്. അടുത്ത് വരുന്നത് വിഡ്ത്ത് എന്ന ഓപ്ഷനാണ്. വിഡ്ത്ത് എന്ന ഓപ്ഷൻ നമുക്ക് നോക്കാം. ഞാൻ വിഡ്ത്ത് സെലക്ട് ചെയ്തു. സോ നമുക്കിവിടെ കിടക്കുന്നത് സെയിം നേരത്തെ വന്നിട്ടുള്ള സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് കിടക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് കൊടുത്ത് 0.5. സോ നെക്സ്റ്റ് വരുന്നത് എൻഡിങ് വിഡ്ത്ത് ആണ്. എൻഡിങ് വിഡ്ത്ത് ഡിഫോൾട്ടായിട്ട് 0.5 വരുന്നു, പക്ഷേ ഞാനതിനെ 1 ആക്കി മാറ്റുന്ന ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് മാറ്റി. നമ്മൾ നേരത്തെ ഹാഫ് വിഡ്ത്ത് കണ്ട സെയിം ഇതിനെയാണ്, സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. നമുക്ക് ഹാഫ് വിഡ്ത്ത് ക്രിയേറ്റ് ചെയ്തപ്പോഴുള്ള സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് വിഡ്ത്തിലും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. സോ ഈ ഓപ്ഷൻസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് തിക്കായിട്ടുള്ള ലൈൻ വേണ്ടപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഹാഫ് വിഡ്ത്ത് ഓർ വിഡ്ത്ത് എന്ന ഓപ്ഷൻ നമ്മൾ പോളിലൈനിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രോയിങ്സിനകത്ത് ഏതെങ്കിലും ഒരു ഏരിയ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഏരിയ മാത്രം നമ്മൾ എന്തിൽ വരയ്ക്കും? ഒരു തിക്കായിട്ടുള്ള പോളിലൈനിൽ വരയ്ക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോളിലൈനിനകത്തുള്ള ഹാഫ് വിഡ്ത്ത് ഓർ വിഡ്ത്ത് എന്ന ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സർക്കിൾ എന്ന ടൂളിനെ കുറിച്ചാണ്. നമുക്ക് എങ്ങനെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം? നമുക്ക് സർക്കിളും നേരത്തെ പറഞ്ഞതുപോലെ 2 ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ടൂൾ ബാറിൽ നിന്ന് സർക്കിൾ സെലക്ട് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് C യൂസ് ചെയ്ത് നമുക്ക് സർക്കിൾ എടുക്കാം. സോ ഞാൻ C യൂസ് ചെയ്ത് സർക്കിൾ എടുക്കാം. സോ സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഓപ്ഷൻസ് നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം. ഒന്ന് നമുക്ക് മാനുവലായിട്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സെൻറ്റർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള
റേഡിയസ് ഓർ ഡയമീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനുവലായിട്ട് ഡ്രാഗ് ചെയ്ത് എന്ത് ചെയ്യാം, സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. മറ്റൊന്ന് നമുക്ക് സർക്കിൾ സെലക്ട് ചെയ്തു, ഒരു സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത്ര റേഡിയസ് അല്ലെങ്കിൽ ഇത്ര ഡയമീറ്റർ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ താഴെ കമാൻഡ് പാനലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കിടക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് സർക്കിൾ സ്പെസിഫൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഓർ ഡയമീറ്റർ. സോ എനിക്കിപ്പോൾ ആക്റ്റീവായി കിടക്കുന്നത് റേഡിയസ് ആണ്. എനിക്കിപ്പോൾ റേഡിയസ് ക്രിയേറ്റ് ചെയ്യും, റേഡിയസ് എൻ്റർ ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം, സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡി എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റേഡിയസ് എന്നുള്ളത് ഡയമീറ്റർ ആയിട്ട് മാറും. നമുക്കറിയാം റേഡിയസ് എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഹാഫ് വിഡ്ത്ത്, ഡയമീറ്റർ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഫുൾ വിഡ്ത്തുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കഴ്സർ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ഒരു യെല്ലോ ലൈൻ വന്നിട്ടുണ്ട്. അതാണ് ആ ഒരു റേഡിയസിനെ റെഫറൻസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഡയമീറ്റർ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു യെല്ലോ ലൈൻ ഡബിളായിട്ട് മാറും. ഉണ്ടല്ലോ, ആ യെല്ലോ ലൈൻ ഡബിളായിട്ട് മാറും. സർക്കിളിൻ്റെ ഹാഫ് വിഡ്ത്തിൽ തുടങ്ങി സർക്കിളും ക്രോസ് ചെയ്ത് ഒരു ഹാഫ് പുറത്തും പോയിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സർക്കിളിൻ്റെ ഫുൾ വിഡ്ത്ത് എൻ്റർ ചെയ്ത് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിവിടെ സർക്കിൾ ഫുൾ വിഡ്ത്തിൽ ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ സർക്കിളിൻ്റെ ഡയമീറ്റർ 10 കൊടുത്തു. സോ എനിക്കിപ്പോൾ ഒരു 10 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ കിട്ടി. വീണ്ടും ഞാൻ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെ ഞാൻ റേഡിയസിലോട്ട് മാറ്റുകയാണ്. ഓൾറെഡി റേഡിയസ് ആണ് ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. സോ ഇതിൻ്റെ റേഡിയസ് ഞാനിവിടെ 5 മീറ്റർ കൊടുക്കുകയാണ്. കണ്ടല്ലോ, 5 മീറ്റർ റേഡിയസും 5 മീറ്റർ ഡയമീറ്ററും എന്ന് പറയുന്നത് ഈക്വൽ ആണ്. സോ അതുകൊണ്ടാണ് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു സർക്കിൾ ക്രിയേറ്റ് ആയത്. സോ ഇതാണ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡീഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇനി നമുക്ക് പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള സർക്കിളിനെ പറ്റി പറയാം. നമ്മളുടെ സർക്കിളിൻ്റെ ഈ ആരോ മാർക്കിൽ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളിപ്പോൾ ഈ സെൻറ്റർ അതിൻ്റെ റേഡിയസ് പരിചയപ്പെട്ടു, സെൻറ്റർ അതിൻ്റെ ഡയമീറ്റർ പരിചയപ്പെട്ടു. ഇനി സർക്കിളിൻ്റെ ഓപ്ഷനിൽ വരുന്നത് 2 പോയിന്റ് ആണ്. ഒന്നുകിൽ നമുക്ക് C എൻ്റർ ചെയ്ത് 2P എൻ്റർ ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ടൂൾ ബാറിൽ വന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്ന സർക്കിൾ. സോ ആ സർക്കിൾ ടോട്ടലിൻ്റെ 2 പോയിന്റ് നമ്മൾ മാത്രം നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. അത് രണ്ടിലും ടച്ച് ചെയ്ത് വരുന്നത് സർക്കിൾ ക്രിയേറ്റ് ആവും. സോ ഇതെനിക്ക് രണ്ടാമത്തെ പോയിന്റ് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുവയ്ക്കാം. അതുവരെയുള്ള സർക്കിൾ അതിൽ ക്രിയേറ്റ് ആവും. സോ വീണ്ടും സർക്കിളിലോട്ട് പോകുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് 3 പോയിന്റ് സർക്കിളാണ്. നമ്മൾ നേരത്തെ 2 പോയിന്റ് ടച്ച് ചെയ്ത് പോകുന്ന സർക്കിൾ പഠിച്ചു, ഇനി 3 പോയിന്റ് ടച്ച് ചെയ്ത് പോകുന്ന സർക്കിൾ. സോ ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 1, 2 അതോടൊപ്പം 3. സോ ആ 3 പോയിന്റും ടച്ച് ചെയ്ത് പോകുന്ന സർക്കിൾ ക്രിയേറ്റ് ആയി. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആർക്ക് എന്ന ടൂളാണ്. സോ ആർക്ക് എന്ന ടൂളിനെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. A എൻ്റർ ചെയ്തു, സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചു, അതോടൊപ്പം അതിൻ്റെ സെൻറ്റർ പോയിന്റ് കാണിച്ചു. അതോടൊപ്പം എനിക്ക് എത്ര ലെങ്ത്തിലാണോ ആ ആർക്ക് സെൻറ്റർ പോയിന്റിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിൽ നിന്നും എത്ര ലെങ്ത്ത് മാറിയാണോ ആർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ലെങ്ത്ത് കാണിച്ചു കൊടുക്കുക, എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യും. സോ ആർക്കിനകത്ത് നോക്കി തന്നെ കാണാൻ സാധിക്കും. അതിനകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഇതിനകത്ത് ഈ പറയുന്ന ഈ ഒരു 3 ഇത് എൻ്റർ ചെയ്ത് കൊടുത്ത് സെലക്ട് ചെയ്യുന്നതാണ്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം അതിപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്യൂട്ടോറിയൽസ് വളരെയധികം നീണ്ടു പോകും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇതിൽ നിർത്തുന്നു. സോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമാൻഡ് പാനലിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് റെക്റ്റാങ്കിൾ എന്ന ടൂളിനെ കുറിച്ചാണ്. സോ റെക്റ്റാങ്കിൾ എന്ന ടൂൾ നമുക്കിവിടെ ടൂൾ ബാറിൽ വന്ന് നമുക്ക് ആക്സസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് REC എൻ്റർ ചെയ്ത് നമുക്ക് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യാം. സോ റെക്റ്റാങ്കിൾ നമുക്ക് 2 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് നമുക്ക് കോർണർ ടു കോർണർ പോയിന്റ് മാനുവലായിട്ട് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ മാനുവലായിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കോർണർ പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് താഴെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഏരിയ, ഡയമെൻഷൻ, റൊട്ടേഷൻ എന്നീ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏരിയ ഓർ ഡയമെൻഷൻ. ഏരിയ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏരിയ A എൻ്റർ ചെയ്തിട്ട് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് എത്ര ഏരിയക്കകത്തുള്ള റെക്റ്റാങ്കിളാണോ വേണ്ടത് ആ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇവിടെ 120 ഏരിയ കൊടുക്കുകയാണ്. സോ 120 ഏരിയയുടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, വിഡ്ത്ത് ഓർ ലെങ്ത് രണ്ടിൽ ഏതെങ്കിലും ഒന്നുകൂടെ കൊടുത്താൽ ആ 120 സ്ക്വയർ മീറ്ററിന് കറക്റ്റായിട്ടുള്ള
ഞാനിപ്പോൾ ലെങ്ത് എടുത്തിട്ട് ലെങ്ത്താണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 120 സ്ക്വയർ മീറ്ററിന് കറക്റ്റായിട്ടുള്ള വിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്ത് ആ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആവും. ഞാനിപ്പോൾ ഇവിടെ ലെങ്ത് എടുത്തു. ലെങ്ത്തിൻ്റെ ലെങ്ത് ഞാനൊരു 8 കൊടുക്കുകയാണ്. സോ 120 സ്ക്വയർ മീറ്റർ ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയി. ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 8ആണ്. ബാക്കി മറു സൈഡ്, അതായത് ഞാനിപ്പോൾ വിട്ടെടുത്തു, അതുകൊണ്ട് തന്നെ എൻ്റെ ലെങ്ത് എന്തായിരിക്കും? 120-നകത്ത് സപ്പോർട്ടായിട്ട് വരുന്ന ലെങ്ത് ആയിരിക്കും. സോ 8 × 15. സോ വീണ്ടും ഞാൻ റെക്റ്റാങ്കിൾ എടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചു. ഫസ്റ്റ് പോയിന്റ് കാണിച്ച് ഡ്രാഗ് ചെയ്തു. അടുത്ത് ഡി എൻ്റർ ചെയ്യാണ്, ഡയമെൻഷൻ വേണ്ടിയിട്ട് ഡി എൻ്റർ ചെയ്ത് ഇനി എനിക്ക് അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എൻ്റർ ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം? റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. സോ എനിക്കിവിടെ ഫസ്റ്റ് ലെങ്ത്താണ് ചോദിക്കുന്നത്. ഞാനൊരു 12 ലെങ്ത്തുള്ള ഒരു 15 വിഡ്ത്തുള്ള ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ 12 വിഡ്ത്തുള്ള 15 ലെങ്ത്തുള്ള ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി അതിൻ്റെ റൊട്ടേഷൻ നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാം. സോ ഞാനിവിടെ അത് ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 × 15 ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് പോളിഗൺ പരിചയപ്പെടാം. ഈ റെക്റ്റാങ്കിൾ ടൂളിൻ്റെ തന്നെ സൈഡിലുള്ള ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വേറെ ഓപ്ഷൻ കൂടെ കാണാം, പോളിഗൺ. സോ നമുക്ക് ഫസ്റ്റ് പോളിഗൺ സെലക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് എൻ്റർ ചെയ്യാം. ഷോർട്ട് കട്ട് POL ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പോളിഗണിൻ്റെ സൈഡ്, എത്ര സൈഡുള്ള പോളിഗൺ വേണമെന്ന് നമ്പർ എൻ്റർ ചെയ്യാനാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ സൈഡുള്ള പോളിഗൺ എന്ന് പറയുന്നത് ട്രയാങ്കിളാണ്, 3 സൈഡാണ്. ഏറ്റവും കൂടിയ സൈഡ് എന്ന് പറയുന്നത് 1024 സൈഡാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 1024 സൈഡ് മീൻസ് ഓൾമോസ്റ്റ് നമുക്ക് സർക്കിളായി. സോ എത്ര സൈഡുള്ള പോളിഗൺ വേണം എന്നാണ് ഫസ്റ്റ് ചോദ്യം. സോ ഇവിടെ നമുക്കിഷ്ടമുള്ള പോളിഗണിൻ്റെ സൈഡ് എൻ്റർ ചെയ്യാം. സോ ഒരു സെൻറ്റർ പോയിന്റ്, നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ കൊടുക്കുന്നത് പോലെ ഒരു സെൻറ്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യാനാണ് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക. സോ 2 ചോദ്യം വരുന്നുണ്ട്. ഒന്ന് ഇൻസ്ക്രൈബ്സ് ഇൻ സർക്കിളും, അതല്ല എന്നുണ്ടെങ്കിൽ സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ. സോ 2 ഓപ്ഷൻ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. കാരണം നമുക്കിപ്പോൾ ഒരു നിശ്ചിത ഡയമെൻഷൻ കൊടുത്തല്ല എൻ്റർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇതിൽ 2 ഏത് സെലക്ട് ചെയ്താലും നമുക്കതൊരു ഇഷ്യൂ അല്ല. ബട്ട് നമ്മളിപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിനുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പോളിഗണാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ എടുത്താൽ ഒരു സർക്കിളിൻ്റെ സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്ത് അതിനുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പോളിഗൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കിളിൻ്റെ പുറത്തുകൂടെ, അതായത് ഔട്ട്സൈഡ് കൂടി ടച്ച് ചെയ്ത് പോകുന്ന, അതായത് സർക്കിൾ പോളിഗൻ്റെ ഇൻസൈഡ് വരുന്ന രീതിയിലുള്ള പോളിഗൺ ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണം നമുക്കിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ 2 സർക്കിൾ വരച്ചു, അതിനുശേഷം പോളിഗൺ എടുത്തു, 5 സൈഡ് എൻ്റർ ചെയ്തു. സോ അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഞാൻ ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്തു. ഇനി ചോദിക്കുന്നു ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ വേണോ സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ വേണോ? ഞാൻ ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ എടുക്കാം. സോ ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സർക്കിളിൻ്റെ ഇൻസൈഡ് ടച്ച് ചെയ്ത് വരുന്ന രീതിയിലുള്ള. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മുടെ ഈ സെൻറ്റർ പോയിന്റിൽ കാണുന്ന ആ ഡോട്ടഡ് ലൈൻ, യെല്ലോ കളറിലുള്ള ഡോട്ടഡ് ലൈൻ വരുന്നത് കോർണിലാണ്, അതായത് ആ ഒരു പോളിഗണിൻ്റെ കോണിലാണ് ആ ഒരു ലൈൻ ഒന്ന് എൻഡ് ചെയ്യുന്നത്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം? സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സർക്കിളിൻ്റെ ഇൻസൈഡിൽ കവർ ചെയ്ത് വരും. ഇനി ഞാൻ ഒന്നുകൂടി എടുക്കുകയാണ്. സെയിം 5 സൈഡ് സെലക്ട് ചെയ്തു, അതേപോലെ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ സെലക്ട് ചെയ്യുകയാണ്. സോ ഇത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോളിഗൺ ഔട്ട്സൈഡ്, അതല്ലെങ്കിൽ നമ്മുടെ പോളിഗണിൻ്റെ ലൈനിൻ്റെ ഈ ഒരു പാർശ്വത്തിൻ്റെ സെൻറ്റർ പോയിന്റ് സർക്കിൾ ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും പോളിഗൺ ക്രിയേറ്റ് ആവുക. അതായത് സർക്കിൾ ഈ പോളിഗണിൻ്റെ ഇൻസൈഡ് ആയിട്ട് വരും.
നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ നേരത്തെ ഈ ഒരു യെല്ലോ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു കോർണറിലാണ് വന്നത്. അതേസമയം ഇപ്പോഴാണെങ്കിൽ അത് ആ ഒരു ലൈനിൻ്റെ ആ ഒരു പാർശ്വത്തിൻ്റെ സെൻറ്റർ പോയിന്റിലായിട്ടാണ് വരുന്നത്. സോ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സർക്കിൾ ഇൻസൈഡായിട്ട് അത് ക്രിയേറ്റ് ആവും. സോ ഇതെന്ന് പറയുന്നത് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിളാണ്, ഇത് സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിളാണ്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് എത്ര കോണുള്ള അല്ലെങ്കിൽ എത്ര പാർശ്വമുള്ള പോളിഗൺ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. നമുക്കറിയാം പല രീതിയിലുള്ള പോളിഗൺസ് ഉണ്ട്. പോളിഗൺ, ഹെക്സഗൺ, അങ്ങനെ സൈഡുകൾ കൂടുന്നതിനനുസരിച്ച് പേര് മാറുന്ന ഇഷ്ടംപോലെ പോളിഗൺസ് ഉണ്ട്. ഈവൻ നമ്മുടെ റെക്റ്റാങ്കിൾ പോലും ഒരു പോളിഗൺ ആണ്. റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ ഇതെല്ലാം ഓരോ പോളിഗൺസ് ആണ്. ഈവൻ സർക്കിൾ അടക്കം ഒരു പോളിഗൺ ആണ്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോളിഗണിൻ്റെ ഏറ്റവും മാക്സിമം സൈഡ് എന്ന് പറയുന്നത് 1024 എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, നമുക്കിപ്പോൾ ഒരു പോളിഗൺ ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു സെൻറ്റർ പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് നോക്കിയാൽ അറിയാം എന്താണിത്, ഒരു സർക്കിളാണ് അല്ലേ, പക്ക സർക്കിൾ. പക്ഷേ നമ്മൾ ജൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെന്തുണ്ട്, പാർശ്വങ്ങളുണ്ട്. നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യാം. 1024 പകരം 1025 കൊടുക്കാം. സോ ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, അപ്പം നമുക്കൊരു യെല്ലോ കളറിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ കഴ്സറിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. റിക്വയർസ് ആൻഡ് ഇൻഡിക്കേറ്റർ ബിറ്റ്വീൻ 3 and 1024. സോ നമുക്ക് ഏറ്റവും മാക്സിമം സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുക 1024 സൈഡുള്ള പോളിഗനാണ് ലഭിക്കുന്നത്. ഓക്കെ, സോ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എലിപ്സ് എന്ന ടൂളാണ്. നമ്മൾ ഇതേ നേരത്തെ റെക്റ്റാങ്കിളിൻ്റെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൂള് കാണാം. അതിനെയാണ് നമ്മൾ എലിപ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ടായ ELL എൻ്റർ ചെയ്ത് നമുക്ക് എലിപ്സ് സെലക്ട് ചെയ്യാം. ELL എൻ്റർ ചെയ്തു, നമ്മൾ എലിപ്സ് സെലക്ട് ചെയ്തു. അതിൻ്റെ ആക്സിസ് പോയിന്റിൻ്റെ സെൻറ്റർ പോയിൻ്റായ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് പോലെ എൻ്റെ ആക്സിസിൻ്റെ എൻഡ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു എലിപ്സിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് ആ വിഡ്ത്ത് ഒന്ന് സെലക്ട് ചെയ്യുക. സോ ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡയമെൻഷൻ കൊടുക്കാം. ഞാനൊരു 15 ഡയമെൻഷൻ കൊടുത്തു. സോ 15 ഡയമെൻഷനുള്ള ഒരു എലിപ്സിൻ്റെ വിഡ്ത്തുള്ള ഒരു എലിപ്സിൻ്റെ ഒരു പോർഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി മറ്റൊരു പോർഷന് നമുക്കും ഇതുപോലെ മാനുവലായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഞാനൊരു 15 കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹാച്ച് എന്ന ടൂളാണ്. സോ ഹാച്ച് എന്ന ടൂൾ നമുക്ക് ഇവിടെ നിന്ന് ടൂൾ ബാറിന് ആക്സസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ടായ H എൻ്റർ ചെയ്ത് ആക്സസ് ചെയ്യാം. ഇനി ഹാച്ച് നമുക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്ന്, പിക്ക് പോയിന്റ് യൂസ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും പോയിന്റ് നമുക്ക് ഹാച്ച് അപ്ലൈ ചെയ്യേണ്ട പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഏരിയ സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സെലക്ട് എന്ന ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്യുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ഓബ്ജക്റ്റിനകത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിമൂവ് എന്ന ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ പാറ്റേൺ ലൈബ്രറി, ഹാച്ചിൻ്റെ പാറ്റേൺ ലൈബ്രറി. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തെടുക്കാം. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പാറ്റേണുകൾ സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വേറെയും പല ടൈപ്പിലുള്ള പാച്ച് പാറ്റേണുകളുണ്ട്, അതൊന്നും നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന പാറ്റേൺ നെയിം അനുസരിച്ച് ഇവിടെ നമ്മുടെ ലൈബ്രറിയിൽ ആ പാറ്റേണുകൾ ലോഡാകുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് രീതിയിലുള്ള പാറ്റേണുകളുണ്ട് ഇതിനകത്ത്. സോ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ സെലക്ട് ചെയ്യാം. സോളിഡ് പാറ്റേൺ സെലക്ട് ചെയ്യാം, ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പാറ്റേൺ നോർമൽ പാറ്റേൺ സെലക്ട് ചെയ്യാം. അതെങ്കിൽ യൂസർ ഡിഫൈൻഡ് നമ്മുടെ സൈഡിൽ നിന്ന് ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് പാറ്റേണുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പാറ്റേണുകൾ നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്ത് യൂസർ ഡിഫൈൻഡിൽ നിന്നും എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് കുറച്ച് ഇത് കാണും ഇതിനകത്ത്, പക്ഷേ നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നെറ്റിൽ നിന്നൊക്കെ നമുക്ക് പാറ്റേണുകളുടെ ഹാച്ച് പാറ്റേണുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അവ നമുക്ക് സിസ്റ്റത്തിനകത്ത് ഇട്ടിട്ട് ഇതുവഴി ലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഈ ഹാച്ച് ഓബ്ജക്റ്റ് ഏത് കളറിലാണോ വരേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നമ്മുടെ ലെയർ ഇപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ലെയറിൻ്റെ കളറിൽ വരണമെന്നുണ്ടെങ്കിൽ ലെയറിൻ്റെ കളർ സെലക്ട് ചെയ്യാം. അതല്ല വെള്ള കളറിൽ വരണമെന്നുണ്ടെങ്കിൽ ബൈ ബ്ലോക്ക് നമുക്കിടാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മൂൺ കളറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും.
ഇങ്ങനെയുള്ള കളറുകൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഈ ഹാച്ച് പാറ്റേണിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ നമ്മുടെ ഹാച്ചും കാണാൻ സാധിക്കും, അതോടൊപ്പം തന്നെ ഒരു കളറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഇന്നാണ് സെലക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഡ്രോയിങ്സ് പ്രിൻ്റ് എടുക്കുക PDF ആക്കുക ചെയ്യുമ്പോൾ ഹാച്ചിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടുക കുറയ്ക്കുക എന്നിവ ഇവിടെയാണ് ചെയ്യുന്നത്. ഹാച്ചിൻ്റെ ട്രാൻസ്പെറൻസി നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ 0-ലാണ് കിടക്കുന്നത്, അതിനെ നമുക്ക് കൂട്ടാം. കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ട്രാൻസ്പെറൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ 90 മാക്സിമം കിട്ടുന്നത്. 90 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കും, നമുക്ക് ബാക്കിലുള്ള ഓബ്ജക്റ്റുകൾ കാണുന്ന രീതിയിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്കിവിടെ വന്നിട്ട് ഇതിൻ്റെ ആംഗിൾ, റൊട്ടേഷൻ ആംഗിൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഓൾമോസ്റ്റ് 45 ഡിഗ്രി ആംഗിളിലാണ് ഇതിരിക്കുന്നത്. ഇപ്പോൾ 45 ഡിഗ്രി ആംഗിളിലാണ് ഇതിരിക്കുന്നത്. അതിൻ്റെ ആംഗിൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 0-ലാണ്, ഇത് ഡിഫോൾട്ട് ആംഗിളാണ് 0-0. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ സ്കെയിൽ, നമ്മൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ഹാച്ചിൻ്റെ സ്കെയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കെയിലർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് 1 കിടക്കണം, നമ്മളിപ്പോൾ 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കെയിൽ കുറച്ചുകൂടെ വലുതാകും, ഹാച്ച് പാറ്റേൺ കുറച്ചുകൂടെ വലുതാകുന്നതായിരിക്കും. 5 കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതായിരിക്കും. നമ്മളിവിടെ സെറ്റ് ഓവറിൻ എന്നൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ ഹാച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ സെറ്റ് ഓവറിൻ എന്ന ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സ്റ്റൈൽ ഡ്രോയിങ്സ് തുടങ്ങുകയാണ്. ആ ടൈലിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്വയർ ടൈലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയുള്ള ടൈലുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നാണ് ആ ടൈൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെറ്റ് ഓവറിൻ എന്ന ഈ ബട്ടൺ. ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു അപ്ലൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഹാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്നുമായിരിക്കും ഹാച്ച് 2 സൈഡിലോട്ടും സ്റ്റാർട്ട് ആകുന്നത്. ഈ പാറ്റേൺ ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ആ ഒരു ചേഞ്ചസ് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ആംഗിൾ 45. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പോയിന്റിൽ നിന്നുമാണ് ഇതിൻ്റെ ഹാച്ചിൻ്റെ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതും ഇവിടെ നമ്മൾ കാണുന്ന ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റ് വരേക്കും ഈ പോയിന്റും ഈ 2 ലെങ്തും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പക്ഷേ ഈ ഒരു ടൈൽ പാറ്റേൺ സ്റ്റാർട്ട് ആയിരിക്കുന്നത് ഈ പോയിന്റിൽ നിന്നുമാണ്. ഞാനിപ്പോൾ ഇത് ഒന്നേന്ന് തിരിച്ച് ഇതിൻ്റെ ഒരു പോയിന്റ് മാറ്റുകയാണ്. എനിക്കിപ്പോൾ ഇവിടെ നിന്നാണ് ടൈൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകുന്നില്ല, ഇവിടെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. പകരം ടൈല് ഇവിടെ നിന്നും 2 സൈഡിലേക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കാണുന്ന ബട്ടൺ അസോസിയേറ്റ് എന്ന ബട്ടണാണ്. ഇപ്പം നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഹാച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ഹാച്ച് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹാച്ച് ബൗണ്ടറീസ് നമുക്ക് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാച്ച് ബൗണ്ടറീസിനെ സെപ്പറേറ്റും എഡിറ്റ് ചെയ്യാം. അതല്ല നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിൾ യൂസ് ചെയ്തും എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ അസോസിയേറ്റീവ് കൊടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഹാച്ച് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുത്ത ആ സൈഡിലുള്ള ബൗണ്ടറി ലൈനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാച്ചും അതോടൊപ്പം എക്സ്റ്റെൻഡ് ആവുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹാച്ചിന് സെപ്പറേറ്റ് ബൗണ്ടറി കാണത്തില്ല. കണ്ടുള്ള അതിൻ്റെ സെൻറ്റർ പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ, ഹാച്ചിന് സെപ്പറേറ്റ് ബൗണ്ടറി കാണത്തില്ല. പകരം ആ ഹാച്ചും ഈ കൊടുത്തിരിക്കുന്ന ബൗണ്ടറി റെക്റ്റാങ്കിളിനകത്ത് അസോസിയേറ്റീവ് ആയിരിക്കുകയാണ്. സോ ഞാനിതിപ്പോൾ ഇതിവിടെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഞാനിപ്പോൾ ഈ റെക്റ്റാങ്കിൾ വലിച്ച് നീട്ടുകയാണെങ്കിൽ ഹാച്ച് അതോടൊപ്പം വലുതാകത്തില്ല, ഹാച്ച് അവിടെ നിൽക്കുകയാണ്. സോ ഞാൻ ഇതിനെയും പിടിച്ച് മൂവ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഹാച്ചോടൊപ്പം അസോസിയേറ്റീവ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ അസോസിയേറ്റീവ് ബട്ടൺ അപ്ലൈ ചെയ്യാതെ ക്രിയേറ്റ് ചെയ്ത ഒരു ഹാച്ചിനെ ഒരിക്കലും തിരിച്ച് അസോസിയേറ്റീവ് ബട്ടൺ ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അസോസിയേറ്റീവ് ബട്ടൺ ആഡ് ചെയ്തിട്ടുള്ള ഹാച്ചുകളിൽ നമുക്കിത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു ബട്ടണാണ് മാച്ച് പ്രോപ്പർട്ടീസ്, ഹാച്ചിനകത്തുള്ള മാച്ച് പ്രോപ്പർട്ടീസ്. സോ ഈ മാച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹാച്ച് ഈ ഒരു പാറ്റേൺ ആണ്. സോ എനിക്കിപ്പോൾ ഈ പാറ്റേൺ വേണ്ട, ഇതിന് പകരം ഈ ഒരു പാറ്റേൺ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, മാച്ച് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് പാറ്റേൺ എനിക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും.
ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഓൾറെഡി ആ ഹാച്ച് പാറ്റേൺ മാറിയത്. എനിക്കിതിനകത്ത് എനിക്ക് ഈ ഹാച്ച് പാറ്റേൺ വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാച്ചിനകത്ത് മാച്ച് പ്രോപ്പർട്ടീസ് എന്ന ബട്ടൺ യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ മാച്ച് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു. ഇനി എനിക്കിവിടെ വന്ന് എവിടെ ക്ലിക്ക് ചെയ്തിരുന്നാലും സെയിം പാറ്റേൺ ഇപ്പോൾ തൊട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. സെയിം പാറ്റേൺ, ആ പാറ്റേണിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണോ, അതായത് ലെയർ, കളർ, അതിൻ്റെ സ്കെയിൽ, റൊട്ടേഷൻ എല്ലാം, ആംഗിൾ, ട്രാൻസ്പെറൻസി എല്ലാം അതുപോലെ കോപ്പിയായി ഇപ്പോൾ തൊട്ട് വരും. ഓക്കെ, അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്രേഡിയൻ്റ് എന്ന ടൂളിനെ കുറിച്ചാണ്. സോ ഗ്രേഡിയൻറ്റും ഹാച്ചിൻ്റെ മറ്റൊരു പതിപ്പാണ്. അന്നേരം നമുക്ക് ടൂൾ ബാറിന് ആക്സസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ GRA എൻ്റർ ചെയ്ത് ഗ്രേഡിയൻ്റ് ആക്സസ് ചെയ്യാം. സോ ഗ്രേഡിയൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെയിം ഹാച്ച് എന്താണോ ഹാച്ച് തന്നെയാണ് ഗ്രേഡിയൻ്റ്. ഹാച്ചിനകത്ത് പാറ്റേണുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഗ്രേഡിയൻ്റിനകത്ത് നമുക്ക് കളറുകൾ യൂസ് ചെയ്യും, അത്രയുള്ള വ്യത്യാസം. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഇതിനകത്തുള്ള ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡിയൻ്റിനകത്ത് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാച്ചിനകത്ത് ഉണ്ടായിരുന്ന പാറ്റേൺസും അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഇതിനകത്ത് എനിക്ക് ഏതെങ്കിലും ഒരു ഇത് സെലക്ട് ചെയ്തിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാം. ഇതിനെനിക്ക് എഡിറ്റ് ചെയ്യാം, ഈ കളറുകൾ എഡിറ്റ് ചെയ്യാം, യെല്ലോ കളർ എഡിറ്റ് ചെയ്യാം. അങ്ങനെ സെയിം നമ്മുടെ ഹാച്ചിനകത്ത് ഉണ്ടായിരുന്ന എന്താണോ അതേ ബേസ്ഡ് ആണ് ഇതും. അപ്പം നമ്മളിപ്പോൾ ഈ AutoCAD വരയ്ക്കുന്ന എലിവേഷൻ സെക്ഷനിലൊക്കെ നമുക്ക് ഈ ഗ്ലാസുകളുടെയും അതല്ല കളർ പരമായിട്ട് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റുകൾ വരുമ്പോൾ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗ്രേഡിയൻറ്റ്. ബാക്കി സെറ്റിങ്സും സെറ്റപ്പും എല്ലാം നമ്മുടെ സെയിം ആസ് ഹാച്ചാണ്. ഹാച്ചിനകത്ത് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തോ അതുപോലെ തന്നെയാണ് ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്യുന്നത്.